പൂമ്പാറ്റ ഓൺലൈൻ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. മധ്യപ്രദേശിലെ ട്രൈബൽ ഏരിയയിലുള്ള ആൾക്കാരാണ് പ്രധാനമായും ഈ വൃക്ഷത്തെ കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന ഉപാധിയും കൂടിയാണ് ഈ ഒരു വൃക്ഷത്തിൻ്റെ പൂക്കൾ. മഹുവ പൂക്കൾ പ്രധാനമായും അവർ ഉപയോഗിക്കുന്നത് ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ലഹരി പാനീയങ്ങൾക്കപ്പുറം അധികമായ ഒരു ഔഷധ കൂട്ടുകളുടെ ഒരു കലവറ കൂടിയാണ് ഈ ഒരു മഹുവ പൂക്കൾ. മഹുവ പൂക്കൾ ഉപയോഗിച്ച് തന്നെ പല രീതിയിലുള്ള പാചകങ്ങളും പല രീതിയിലുള്ള മധുര പലഹാരങ്ങളും തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഈ ഒരു വനപ്രദേശങ്ങളിൽ നിന്ന് വന്യമായ ഭക്ഷണങ്ങൾ തിരയുവാനും അതുപോലെ തന്നെ അതിൻ്റെ അത്യാധുനിക മെനുവിൽ ചേർക്കുവാനും ഇന്ത്യൻ പാചകക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു നിധികളുടെ ഒരു വൈവിധ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹുവ എന്ന ഈ ഒരു പൂക്കൾ. ഈ ഒരു മധ്യപ്രദേശിലെ ട്രൈബൽ ഏരിയയിൽ നിർമ്മിക്കുന്ന മദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ഈ ഒരു മഹുവ പൂക്കൾ തന്നെയാണ്. ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ അതിൻ്റെ ഒരു സുഗന്ധവും പോഷകമൂല്യവും കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു മഹുവ എന്ന പൂക്കൾ. ഇന്ത്യയിലെ തന്നെ പല തദ്ദേശീയരും അതുപോലെ തന്നെ ഗ്രാമീണരുമായ ആളുകൾക്ക് മഹുവ വൃക്ഷം കാലങ്ങളായി ഒരു സാംസ്കാരികത കലർന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ആചാരമായി ഈ ഒരു വൃക്ഷത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചരകസംഹിത ഉൾപ്പെടെയുള്ള ആയുർവേദ ക്ലാസിക്കൽ കൃതികളിൽ മഹുവ പുഷ്പത്തിൻ്റെ രോഗശാന്തി ഗുണങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പിന്നീട് മുഗൾ ഭരണചക്രവർത്തിയായ ബാബറും 16-ാം നൂറ്റാണ്ടിൽ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ മഹുവ മരത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നതായി കാണാം. ഈ ഒരു മഹുവ പൂക്കളിൽ പഞ്ചസാരയുടെ അളവ് ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ശർക്കരയുമായി ചേർത്ത് പുളിപ്പിച്ച് വാറ്റിയെടുത്താണ് ഇവരുടെ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു മദ്യം ഉണ്ടാകുന്നത്. അത് സാധാരണ മദ്യത്തെക്കാളും ആൽക്കഹോളിൻ്റെ അംശം കൂടിയ ഒരു മദ്യപാനീയമാണ്. പ്രധാനമായും അവരുടെ ഈ ഒരു ആഘോഷവേളകളിൽ ഈ ഒരു ട്രൈബൽ ഏരിയയിലുള്ള സ്ത്രീകളും പുരുഷന്മാർക്കുമെല്ലാം ഒഴിച്ചുകൂടാത്ത ഒരു പാനീയം കൂടിയാണ് ഈ മഹുവ കൊണ്ടുണ്ടാക്കുന്ന ഒരു ലഹരി പാനീയം. അതുപോലെ തന്നെ ഈ ഒരു മഹാരാഷ്ട്ര ട്രൈബൽ സഹകരണ സംഘങ്ങൾ ഈ ഒരു ജാമ് നിർമ്മിക്കുവാൻ വേണ്ടിയും ഈ ഒരു മഹുവയുടെ പൂക്കൾ ഉപയോഗിക്കുന്നതായി അറിവുണ്ട്. സേവാഗ്രാം അഗ്രോ ഇൻഡസ്ട്രീസ് മഹുവ ഉൽപ്പന്നങ്ങൾ വളരെ വലിയ തോതിൽ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ വിത്ത്, എണ്ണ, മഹുവ ജാമ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അറബ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ഒരു പുണ്യവൃക്ഷമായി തന്നെ ഈ ഒരു മധുവ മരം വളർത്തിയിട്ടുണ്ട്. ഏകാംബേശ്വര ക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിച്ച വള്ളുവർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ഈ ഒരു മധുകാമരം നിലനിൽക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചർമ്മരോഗങ്ങൾ, വാതം, തലവേദന എന്നിവയ്ക്ക് വേണ്ടിയും ഇതിൻ്റെ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പോഷക ഗുണമുള്ളതും അതുപോലെ തന്നെ പൈൽസ്, ഹെമറോയിഡുകൾ എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ ഒരു ഔഷധമായും ഈ ഒരു പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇവർ ഈ ഒരു മഹുവ പൂക്കൾ കൊണ്ട് വൈൻ ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രോസസ്സ് കാണാൻ വേണ്ടി നമുക്കൊന്ന് പോയി നോക്കാം. ശുദ്ധമായ വെള്ളം എടുത്തതിന് ശേഷം ഈ ഉണങ്ങിയ പൂക്കൾ അതിലേക്ക് ഇടുക. അപ്പോൾ അതിനെ നന്നായിട്ട് പൂത്ത ശേഷം ശർക്കര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും.
പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഈ ഒരു പാനീയം കുടിച്ചതിന് ശേഷം അവർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ട്രൈബൽ ഏരിയയിൽ, മധ്യപ്രദേശിലും ബീഹാർ പോലുള്ള ട്രൈബൽ ഏരിയകളിൽ അവർ സാധാരണയായി ചെയ്തു വരുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പരീക്ഷിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ എക്സൈസിൻ്റെ പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരരുത്. തീർച്ചയായിട്ടും നമ്മുടെ നിയമങ്ങൾക്കനുസരിച്ച് അത് തെറ്റാണ്. പക്ഷേ ഈ ഒരു ട്രൈബൽ ഏരിയയിലുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നമല്ലാത്തൊരു ഇതാണ്. നമ്മുടെ കേരളത്തിൽ യാതൊരു കാരണവശാലും ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു മഹുവ വൃക്ഷത്തിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങളനുസരിച്ച് കേരളം ഏറ്റവും നല്ല രീതിയിലുള്ള അതിന് വളരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അത് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് അതിൻ്റെ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ വളർത്തുക എന്നത് ചിന്തിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല. അവർ ശരിക്കും ഒരു നല്ലൊരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഈ ഒരു വീര്യമുള്ള മദ്യം നിർമ്മിച്ചെടുക്കുന്നത്. Jire sila bang yan ya. Tolara ni kum telak kana. Anh cứ nhu lại đó. Ba ngọc to na indur. Phải chị. എന്തായാലും മഹുവ വൃക്ഷത്തിൻ്റെ ആ ഒരു കൃഷി കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നല്ലൊരു പിൻബലം നമ്മുടെ ഭരണകർത്താക്കൾ തരട്ടെയുമെന്ന് ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഔട്ട്.